മണി എന്താ സാറേ? ആരാ നോക്ക്. ക്യൂ ചെയ്ത് വെച്ചേക്ക്. ഓക്കേ. SI ജയശങ്കർ സാറില്ലേ? അയ്യോ, ഇത് ടിവിയിലൊക്കെ വരുന്ന ചേച്ചിയല്ലേ? ഞാൻ ഇവിടുത്തെ സാറിന്റെ കുക്ക് മണി. ഇപ്പൊ വിളിക്കാമേ. സാറേ സാറേ സാറേ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ? സാറ് നോക്ക്. ഓക്കേ. അയ്യോ, ആരാ? എന്തു വേണം? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആരാ? ഞാൻ നമ്മളന്ന് ഓ സുഭദ്രാമ്മയുടെ മോള് മീനാക്ഷി. സോറി, എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. വരൂ വരൂ വരൂ, അകത്തിരിക്കാം. വരൂ. നീ ഇവിടെ ഏതോ ചാനലിലാ വർക്ക് ചെയ്യുന്നുള്ള വിവരം ഞാൻ അറിഞ്ഞായിരുന്നു. നീ അങ്ങ് ആള് വളർന്ന് വലുതായി പോയല്ലോ. എന്റേതായി കയ്യിൽ തൂങ്ങി പാടത്തും തൊടിയിലൊക്കെ നടന്നിരുന്ന നരന്ത് കുട്ടി. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനിവിടെ SI ആയിട്ട് ചാർജ് എടുത്തത് അറിഞ്ഞു വന്നതായിരിക്കും. വരൂ 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 വരൂ, ഇങ്ങോട്ടിരിക്കാം. അഭിനയം നന്നായിരിക്കുന്നു. എന്ത്? അല്ല, ആളറിഞ്ഞൂടാത്ത പോലുള്ള ഈ അഭിനയം അത് വളരെ നന്നായിരിക്കുന്നു. എന്നോട് വേണ്ട മാഷ ഈ അഭ്യാസം. അഭ്യാസോ? അപ്പോ ഞാൻ ഉദ്ദേശിച്ച മീനാക്ഷി കുട്ടിയല്ലേ? നമ്മളിതിനു മുൻപ് 1-2 പ്രാവശ്യം കണ്ടിട്ടില്ലേ? ഒരിക്കൽ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വഴിയിൽ വെച്ച് അന്ന് ടോൾസ്റ്റോയുടെ ചില കൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞു. ടോൾസ്റ്റോയോ? അതാരാ? എനിക്കറിയാം സാറേ, ജംഗ്ഷനിൽ കട നടത്തുന്ന ടോൾസ്റ്റോയ് ശശിയണ്ണനെ. അപ്പൊ എന്നെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, ജ്വല്ലറിയിൽ വെച്ചും കണ്ടിട്ടില്ല. ഇല്ലാന്നല്ലേ കുട്ടി പറഞ്ഞത്? ശരി, കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിരം വാചകമല്ലേ കുട്ടി പറയാൻ പോണത്? പറ്റിക്കാൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും പറ്റിക്കാൻ കുട്ടി. ഉദാഹരണത്തിന് നമ്മുടെ ചില നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ? കാലങ്ങളായിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നേരെ ഇരുട്ടുന്നതിന് മുമ്പ് മക്കള് വീട്ടിൽ ചെല്ലാൻ നോക്ക്. ചെല്ല്. സാറകത്തേക്കൊന്ന് ഉണ്ടേച്ച് പോയാ. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചിങ്ങാ സാറേ. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അവൻ തന്നെയല്ലേ അവൻ? ചിലപ്പോ ആയിരിക്കാം, പക്ഷെ എങ്ങനെ അത് ഉറപ്പിക്കും? നീ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ അവന്റെ സമ്പൂർണ്ണ ഹിസ്റ്ററി ഞാൻ കണ്ടുപിടിച്ചു. ഏട്ടാ, അതിന് വേണ്ടത് ഏട്ടന്റെ എടുത്തുചാട്ടമല്ല, ബുദ്ധിയാ. അതെനിക്കുണ്ടല്ലോ. അത് മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ? അതെ, ഈ കേസ് എനിക്ക് വിട്ടേക്ക്. മീഡിയക്കാരും നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണെന്ന് അറിയാലോ. ഇതിൽ എനിക്കൊരു സ്റ്റോറി കിട്ടിയാൽ ചാനലിൽ ഒന്ന് നന്നായി ഷൈൻ ചെയ്യാം. പെങ്ങളിൽ കൂടി ആങ്ങളേക്കും കിട്ടും പ്രശസ്തി. എന്ന് വെച്ചാൽ ഞാനായിട്ട് എനിക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണോ? ഹലോ എടോ, ഇത് MLA ദത്തനാണ് സാർ. ഉടൻ പിടിക്കും സാർ. സാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ മുതലെല്ലാം കണ്ടുപിടിച്ച് ഉടൻ തിരിച്ചേപ്പിക്കും സാർ. പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ് എല്ലാം ഈ സാധനം ജോസ്. നിർത്തി സാർ. കുറെ കാലമായി ഞാനത് കേൾക്കുന്നു. ഒരാഴ്ചക്കകം എനിക്കത് കിട്ടണം. കട്ടവനെയും കിട്ടണം. കിട്ടും സാർ, ഞാനല്ലേ പറയുന്നത്. നീ ഇതിനരിച്ച അല്ല സാർ, ഇവിടെ പറഞ്ഞ. ശരി. അതെ, ഒരു കണ്ടെയ്നർ അങ്ങ് പിടിക്കും സാർ. കണ്ടെയ്നേഴ്സിന്റെ മറവിൽ കള്ളക്കടത്തുന്ന ആരോപണം വന്നതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആണ് സാർ. ഞാൻ ഉഴപ്പിക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കാണും. എനിക്കറിയാം, ഞാൻ ഷൈൻ ചെയ്യണല്ല, അസൂയാണ് സാർ എല്ലാവർക്കും. എടോ, നാളെ ഒരു കണ്ടെയ്നർ വരും. KL45C888. ചൈന എന്നുള്ള കുറച്ച് ടോയ്സാ. ചൈനയുടെ ടോയ്സ് നല്ലതാണ് സാർ, പക്ഷെ ലാസ്റ്റ് ചെയ്യില്ല. എടോ പറയുന്നത് കേൾക്കടോ. ആ കണ്ടെയ്നർ പെട്ടെന്ന് അങ്ങ് വിട്ടേക്കണം സാർ. SI പറഞ്ഞേക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് ചില മെക്കാനിക്കൽ പ്രോബ്ലംസ്. ആരെ SI? അന്നെന്റെ മുഖത്ത് ചൂടുള്ള അല്ല, SI ജയശങ്കർ. പക്ഷെ ചെക്കിംഗ് പോയിന്റ് ഞാൻ തന്നെ നിൽക്കാം സാർ. ജനപ്രതിനിധികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യമല്ലേ സാർ? ശരി സാർ. സാർ MLA ദത്തൻ സാറാ നേരിട്ട ഓരോ ചുമതലകൾ എന്നെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ആളിനെ ഒന്ന് സൂക്ഷിച്ചോണം. ലോക്കല്ലായ ഇതാ കുഴപ്പം. വെയിലുള്ളണം. മുഖത്തിന്റെ ഇതൊക്കെ അങ്ങ് പോകും, കരുവാളിക്കും. അത് നല്ലത് സാർ, മുഖത്തിന്റെ പാട് മാറി കിട്ടും. DGPയുടെ സർക്കുലറിലുണ്ടായിരുന്നല്ലോ സാർ, വാഹന പരിശോധന കർശനമാക്കണം.
ഞായറാഴ്ചയാണെങ്കിൽ ഇത്തിരി കുറവാണല്ലേ സാർ? എന്ത്? ട്രാഫിക്. ഓ സോറി സാർ. ആ വണ്ടി ഒതുക്കാൻ പറ. ഏയ് അങ്ങോട്ടേക്ക്. സാർ, ഈ കണ്ടെയ്നേഴ്സ് പോർട്ടിലെ ചെക്കിംഗ് കഴിഞ്ഞാലും ബൈപ്പാസിലും പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാർ. എടോ, ഇത് MLA രത്തൻ സാറിന്റെ വണ്ടിയാ. സർ. ചെക്കിംഗ് ഒന്നും വേണ്ട, പെട്ടെന്ന് വിട്ടേക്കെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല. സാർ, സാറിന്റെ ഡ്യൂട്ടിയിലുള്ള ആത്മാർത്ഥത പരീക്ഷിക്കുന്നതാണ് സാർ. ചില നേതാക്കന്മാർ ഇങ്ങനെയാ. ഈ ദത്തനമ്മൽ ഇതിന്റെ ആളാ. കുറച്ച് സാധനങ്ങൾ കയറ്റി അയച്ചിട്ട് വണ്ടി നമ്പർ ഇതാണ് പരിശോധിക്കണമെന്നൊക്കെ പറയും. സാറിന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാണ് സാർ. അങ്ങനെയാണോ എന്ന് രത്തൻ സാറിനോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? സാർ, സാറേ ദത്ത സാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതേ കണ്ടോ? സാർ, അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ. ഇതും കേട്ട് സാറ് ചെക്ക് ചെയ്യാതിരുന്നാലേ തൊപ്പി പറക്കും. ആഹാ, ഉം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഉം. പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങി വാടാ. അല്ല ഇത് ഇറങ്ങി വാടാ. സാർ, അത്രയ്ക്ക് കടുപ്പിക്കണ്ട. ചി, ഇറങ്ങി പാടാ. ഓ ഈ ചാനലുകാരൊക്കെ എന്താ ഇവിടെ? അവർക്ക് എന്തെങ്കിലും ഒരു വാർത്ത വേണ്ടേ സാർ? സാർ ചെക്ക് ചെയ്യണം. പുറകടാ. ചൈനീസ് ടോയ്സ്. പേപ്പറിൽ അങ്ങനെ പലതും കാണും സാർ. കേറി ചെക്ക് ചെയ്യണോ? എന്നാ ഞാനും കൂടി അങ്ങോട്ട്. സാർ, ഐ ആം വെരി സ്ട്രിക്റ്റ് ആൻഡ് എഫിഷ്യന്റ്. MLA ഒന്ന് പറഞ്ഞേക്ക്. എന്തായി? പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. എന്നാ പോയിക്കോളൂ. സാറേ പോവാൻ വരട്ടെ. ഡോ, ആ സ്പാനറിന് എടുത്തേ. 12-13. ആ, ഇത് തന്നെ. എവിടാ ഇതിന്റെ കീ? കീ ഇല്ല സാർ. കീ ഇല്ലേ? എടോ, നമ്മുടെ ജീപ്പിൽ കമ്പി വല്ല ഇരിപ്പുണ്ടോ? കമ്പി ഉണ്ടാവും സാർ. എടുത്തേ. സാർ, സുരേന്ദ്രന്റെ അതേ ടെക്നിക്ക്. എന്താണോ അതൊക്കെ? എനിക്കൊന്നും അറിയില്ല സാർ. അറിയിക്കണം തന്നെ. കൊണ്ടുപോകുന്നേ. കൊച്ചി നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. കണ്ടെയ്നറിൽ ഒളിപ്പിച്ചു കടത്തിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇത്ര വിദഗ്ധമായി ഓപ്പറേഷൻ നടത്താൻ സാധിച്ച എങ്ങനെയാണ് സാർ? ഒരു കമ്പി വലിച്ച് താക്കോലുണ്ടാക്കുക, അതിട്ട് തുറക്കാന്നൊക്കെ പറഞ്ഞാല് ഇത്തരം അറകളിൽ മയക്കുമരുന്ന് കടത്താറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഒക്കെ CA സാജൻ സാറിന്റെ ബുദ്ധിയാ. ഈ ഓപ്പറേഷന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനുള്ളതാ. സാറ് പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അത്രേ ഉള്ളൂ. പോയി ചോദിക്കും. സർ, ഒന്ന് ചോദിച്ചോട്ടെ, പോലീസ് എനിക്ക് ആകെ നേട്ടമായി ഈ മയക്കുമരുന്ന് വേട്ടയെ കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? അത് കത്തിച്ച് വിട് സാറേ. അല്ല, അത് ഈ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം രത്തൻ സാർ പറഞ്ഞിട്ടാണുള്ളത്. ആരാ ദത്തൻ സർ? അത് ഈ അത് പിന്നെ ദത്തൻ MLA. അതെ. അദ്ദേഹത്തിന്റെ ബിനാമിയുടേതാണല്ലോ ഈ കണ്ടെയ്നർ. അതായത് ഒരു MLA പോലും തനിക്ക് പേടിയില്ലെന്നാണ് CA സാജൻ സാർ ഇപ്പൊ നിങ്ങളോട് അർത്ഥമാക്കിയത്. ആണോ സാർ? അതെ 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 സാർ. അതെ സാർ. കോടിക്കണക്കിന് രൂപ വില വരുന്ന ലഹരിമരുന്ന് കടത്തിനു പിന്നിലുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറനീക്കി പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.